പകരച്ചുങ്കത്തിൽ ഉടക്കിയ ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിൽ മഞ്ഞുരുകുന്നു. ഇന്ത്യയെ പിളക്കുന്നത് തീക്കളിയാണെന്ന് തിരിച്ചറിഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി മഹാനായ നേതാവും നല്ല സുഹൃത്തുമെന്ന വിശദീകരണം. പ്രസ്താവന സ്വാഗതം ചെയ്ത മോദി. US ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി നരേന്ദ്രമോദി. ബീഡിക്ക് GST കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പോസ്റ്റിട്ട് വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. അതൃപ്തി തുറന്നു പറഞ്ഞ് RJD അടക്കം ഇന്ത്യ മുന്നണി കക്ഷികൾ. വിവാദമായപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് കോൺഗ്രസ്. ജാഗ്രത കുറവാണെന്ന് KPCC അധ്യക്ഷൻ. സോഷ്യൽ മീഡിയ ചുമതല ഒഴിയാൻ സന്നദ്ധനെന്ന് VT ബൽറാം. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരാകണമെന്ന ആലോചന എവിടെയും എത്തിയില്ല. അബിൻ വർക്കിക്കായി പിടിമുറുക്കി I ഗ്രൂപ്പ്. KM അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്ന വാശിയിൽ A ഗ്രൂപ്പ്. കോൺഗ്രസ് നേതാക്കളുമായി യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ചയും വിഫലം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരസ്യമായി വിമർശിച്ച മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ. മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടായത് ശരിയായില്ല. പ്രതികരണം കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് നേരെ പോലീസിന്റെ മൂന്നാം മുറ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ. സ്വർണ്ണവില കുതിച്ചുയരുന്നു. 80,000-ലേക്ക് കടക്കുന്നു. പവന് ഇന്ന് 79,560 രൂപ. ഇന്ന് പവന് കൂടിയത് 640 രൂപ. വില 1 ലക്ഷത്തിലെത്തുമെന്ന് ഭീമ ചെയർമാൻ ഡോക്ടർ ഗോവിന്ദൻ. ഇടമലക്കുടി ആദിവാസി മേഖലയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വനത്തിലൂടെ ചുമന്നത് 4 കിലോമീറ്റർ. കേരളത്തെ നാണിപ്പിക്കുന്ന സംഭവം ഇന്നലെ തിരുവോണ നാളിൽ. ചുമന്ന ആശുപത്രിയിൽ എത്തിച്ചത് 2 ആഴ്ച മുമ്പ് പനി ബാധിച്ചു മരിച്ച കാർത്തി എന്ന ബാലന്റെ അമ്മൂമ്മ രാജ കന്യയെ.